സുഹൃത്തുക്കളെ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ വീട് കേട്ടോ. എൻ്റെ വീടും അടുത്ത പരിസരമൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കാണാം. എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴി കേട്ടോ. അത് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ ഒഴിഞ്ഞ പറമ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ പുതിയ വീടുകൾ വന്നതാണ്, അടുത്ത വീടുകൾ വന്നതൊക്കെ പുതിയ വീട് വന്ന പുതിയ വീട് വന്നു. ഇതെന്നെ വണ്ടിയാണ്. വണ്ടി വീട്ടിൽ വെക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് വണ്ടി ഇവിടെ വെച്ചാണ്. 2019 എടുത്തത്. 2019 മോഡലാണ്, പൾസർ 150 ആണ് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് പണി നടക്കുന്ന വീടാണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ വീട്. പുതുക്കി ഇവിടെ നമ്മൾ വൈറ്റ് ടൈലാണ് ഇട്ടിരിക്കുന്നത്. ടൈലിവിടെ ഒരു ടൈല് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടൈല് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അവിടെ. ഇതാണ് എൻ്റെ റൂം വരുന്നത് വെച്ചിട്ടില്ല. അവിടെ ഒരു പഴയ അലമാരി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് സാധനങ്ങളൊക്കെയാണ് ഇത്. പിന്നെ ഇത് അമ്മൻ്റെ റൂമാണ്. ഒരു അളമാര വെച്ചിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ടൈലിങ് ഞങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. ഇത് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. അതിനിപ്പോൾ ക്ലോസറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത്. ഇപ്പോൾ സ്റ്റോറേജ് റൂമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇവിടെ പ്ലംബിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പ്ലംബിങ് ഇലക്ട്രിക് വർക്കൊക്കെ കഴിഞ്ഞാണ്. അതിനിപ്പോൾ നമുക്ക് ഇത് വിൻഡോ റെഡിയാക്കാനുണ്ട്. പിന്നെ ക്ലോസറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. വാഷ് ബേസിന് കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അതിപ്പോൾ സ്റ്റോറേജ് റൂമായിട്ട് വെച്ചിരിക്കുകയാണ്. അമ്മൻ്റെ റൂം വിത്ത് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. റൂം വെച്ചിട്ടുണ്ട്. അവിടെ മുകളിലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പേസ് ഇപ്പോൾ നിലവിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഒന്ന് സെറ്റപ്പാക്കി എടുക്കാനുണ്ട്. പിന്നെ കിച്ചൺ വരുന്നത്. കിച്ചൺ കുറച്ച് മെസ്സായിട്ടിരിക്കുകയാണ്. ഗ്യാസ് മീനുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഇത് വുഡല്ല കേട്ടോ, മൾട്ടി വുഡാണ്. ഒരു 3000 രൂപ ആയിട്ടുണ്ട്. ഈ ലോക്ക് സഹിതം വാങ്ങുമ്പോഴത്തേക്ക് 3000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാം കേട്ടോ, നല്ല സാധനമാണ്, കൊള്ളാം. പെട്ടെന്ന് കേടാവില്ല. ഇവിടെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ് മുകളിൽ ഗ്രാനൈറ്റും സൈഡിൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 3 ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റിയിട്ട് ലൈറ്റ് കുറച്ച് മോശമാണ്. അപ്പോൾ മാറ്റിയിട്ട് നമുക്ക് പുതിയ ലൈറ്റ് വെക്കാനുണ്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇത് നമ്മളിവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല, ഒഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ വാഷ് ബേസിന് വെക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഇവിടെ വാഷ് ബേസിന് വയ്ക്കും. പ്ലംബിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ സ്റ്റെയർ കേസ് കയറി നമുക്ക് മുകളിലോട്ട് പോകാം. എൻ്റെ വീടിൻ്റെ മുകളിൽ നോക്കുമ്പോഴുള്ള കാഴ്ച കേട്ടത്. ഇന്ന് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ്. അധികം മഴയില്ല, അധികം വെയിലില്ല, നല്ലൊരു കാലാവസ്ഥയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ വീടിൻ്റെ മുകളിൽ നോക്കുമ്പോഴുള്ള കാഴ്ച. ഇത് നമ്മളിവിടെ ഓടാണ് ഇട്ടിരിക്കുന്നത്. കോണിക്കൂടിന് ഓടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മാറ്റും. ഇതൊക്കെ പുതിയ വീടുകളാണ് കേട്ടോ.
അപ്പോൾ ആ നേരെ കാണുന്ന വീടില്ലേ, അത് ഇപ്പം ഇന്നലെ വീട് പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, വീട് താമസം കഴിഞ്ഞു. ഇത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടാണ്. ഇതാണ് വീട്ടിന് മുകളിൽ നോക്കുമ്പോഴുള്ള കാഴ്ച കണ്ടില്ലേ. അപ്പോൾ എൻ്റെ നാട്ടിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം. നാട്ടിലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ, നാടും പരിസരം കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, വീട്ടിൽ നമ്മൾ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വാഴ കൊല വെട്ടാനായിട്ടുണ്ട്. വിളയാനായിട്ടേ ഉള്ളൂ, മൂത്തിട്ടില്ല. മൂത്തിട്ട് വെട്ടാൻ വെച്ചിട്ടാണ്. പിന്നെ നല്ല മുളകിൻ്റെ കൃഷിയാണ്. പിന്നെ അത് വൈദ്യുതി കേട്ടോ, വൈദ്യുതി ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നല്ല വൈദ്യുതിയാണ്. മൂത്തിട്ടില്ല, മൂത്തിട്ട് പറിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഇത് കമ്മിൻ്റെ കൃഷി കേട്ടോ, നല്ല വൈദ്യുതിയാണ്. പിന്നെ വൈദ്യുതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആദ്യം ഞങ്ങൾക്ക് ഇവിടെ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ പറമ്പ് കാട് പിടിച്ച് കിടക്കുകയാണ്. പിന്നെ അവിടെ വല വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കരമായിട്ട് നായശല്യം ഇട്ടോ, നായശല്യത്തിന് വെച്ചേക്കാണ്. അപ്പോൾ അതിവിടെ മറച്ചിട്ടില്ലെങ്കിൽ നായ്ക്കൾ തെരുവ് നായ്ക്കളുടെ ശല്യം ഭയങ്കര കൂടുതലാണ്.